ഇവിടെ ഭാര്യയും കൂട്ടുകാരനും തമാശ കളിക്കുകയായിരുന്നു. ആ സമയമാണ് ഭർത്താവ് അവിടേക്ക് വരുന്നത്. അവൻ വന്നത് കണ്ടപ്പോൾ അവൾ അവളുടെ കൂട്ടുകാരനെ പരിചയപ്പെടുത്തിക്കൊടുത്തു. ഭർത്താവ് അവളോട് അകത്തേക്ക് വരാൻ പറഞ്ഞു. സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവളോട് ചോദിച്ചു അത് ആരാണെന്ന്. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ അതെന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്ന് അവൾ മറുപടി നൽകി. അവൻ പറഞ്ഞു ഏത് ബെസ്റ്റ് ഫ്രണ്ടാണെങ്കിലും അതിനൊരു പരിമിതി വേണം. അവൾ ചോദിച്ചു നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അവൻ എന്റെ കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ടാണ്. അവൻ പറഞ്ഞു നമ്മൾ കല്യാണം കഴിച്ചതാണ്, അത് നമ്മുടെ റൂമാണ്. വാതിൽ വരെ അടച്ച് അവനോട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൾ പറഞ്ഞു ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട, അവൻ കേൾക്കും. ഇതൊക്കെ അവൻ കേട്ടാൽ വിഷമമാകും. ഭർത്താവ് ചോദിച്ചു നീ ഭക്ഷണമുണ്ടാക്കിയില്ലേ? അവൾ പറഞ്ഞു ഭക്ഷണമുണ്ടാക്കാൻ ഞാൻ മറന്നുപോയി. ശരിക്കും ഞങ്ങൾ രണ്ടുപേരും പുറത്തുപോയി ഭക്ഷണം കഴിക്കാൻ പ്ലാൻ ചെയ്തതാണ്. അവൻ ചോദിച്ചു ഇന്ന് നമ്മൾ പുറത്തു പോകുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം നീ മറന്നുപോയോ? ഭാര്യ പറഞ്ഞു അത് ഞാൻ മറന്നുപോയി. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒരുമിച്ച് കഴിക്കാം. അവനിപ്പോൾ വന്നതല്ലേയുള്ളൂ, ഉടനെ പോകും. അവൻ ചോദിച്ചു നീ എന്താണ് എന്റെ കൂടെ വരാത്തത്? ആ സമയം കൂട്ടുകാരൻ കയറി പറയുകയാണ് നീ ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല, ചെറിയ കുട്ടികളെപ്പോലെ. ഭർത്താവ് ചോദിച്ചു ഞാനാണോ മണ്ടൻ കളി കളിക്കുന്നത്? നീ എന്റെ ഭാര്യയുടെ കൂടെ എന്റെ കിടക്കയിൽ തമാശ കളിക്കുന്നു, അതും വാതിലടച്ച്. എന്നിട്ട് പക്വതയെക്കുറിച്ച് ചോദിക്കുന്നു. നീ കല്യാണം കഴിച്ചിട്ടുണ്ടോ? അവൻ പറഞ്ഞു അതെ, 2 കുട്ടികളുമുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നിന്റെ വീട്ടിൽ ചെന്ന് നീ ഇവിടെ ചെയ്തതെല്ലാം അവിടെ പോയി കാണിക്കട്ടെ എന്ന് ഭർത്താവ് ചോദിച്ചു. അപ്പോൾ അവൻ ദേഷ്യപ്പെടുകയാണ് നീ ഒരക്ഷരം ഇനി എന്റെ വീട്ടുകാരെക്കുറിച്ച് മിണ്ടരുത്. അവൾ ദേഷ്യപ്പെടുകയാണ് അപ്പോൾ നീ നിന്റെ ഭാര്യയുടെ കാര്യം വന്നപ്പോൾ ഇങ്ങനെ പെരുമാറുമല്ലേ? അവൾ തന്നെ അവനോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുകയാണ്. ഭർത്താവിനോട് ക്ഷമ ചോദിക്കുകയാണ് ഇവനെയൊക്കെ ഞാൻ വിശ്വസിച്ചല്ലോ എന്ന് പറഞ്ഞ്. ഈ ഭർത്താവ് ഇങ്ങനെ പെരുമാറിയത് ശരിയാണോ? സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ പറയൂ.